നമസ്കാരം, സുഭാഷിതം ചാനലിലേക്ക് സ്വാഗതം. ഷീയും ഹീയും തമ്മിൽ കണ്ടു. ആണും പെണ്ണും അല്ല കേട്ടോ, രണ്ടും പുരുഷന്മാർ തന്നെയാണ്. നമ്മുടെ നരേന്ദ്രമോദിയും ഷി ജിൻപിങ്ങും തമ്മിൽ കണ്ടിരിക്കുകയാണ്. ഒന്ന് ചൈനയുടെ പ്രധാനമന്ത്രിയാണ്, വളരെ വലിയ മനുഷ്യനാണ്, വളരെ വലിയ നേതാവാണ് ലോകത്തിലെ. അതുപോലെ വലിയ നേതാവാണ് നരേന്ദ്രമോദിയും. പരസ്പര വിശ്വാസത്തിലും ബഹുമാനത്തിലും അധിഷ്ഠിതമായ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് നരേന്ദ്രമോദി. പരസ്പരം ഭീഷണി ഉയർത്താതെ ഇരു രാജ്യങ്ങൾക്കും വളർച്ചയ്ക്ക് സഹായമായ തരത്തിലായിരിക്കണം ബന്ധമെന്ന് ഷി ജിൻപിങ്. എന്തായാലും ഷി ജിൻപിങ്ങിനെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ട്രംപിനുള്ളൊരു സന്ദേശം എന്നുള്ള നിലയിലാണ് ഈ വാർത്തകൾ വരുന്നത്. ഇരു രാജ്യങ്ങളിലെയും 280 കോടി ജനങ്ങൾ, ഏകദേശം 300 കോടിക്കടുത്ത് വരുന്ന ജനങ്ങളുടെ ക്ഷേമത്തിന് ഒന്നിച്ച് നീങ്ങാം എന്നൊരു ധാരണ രണ്ട് കൂട്ടരും കൂടെ ഉണ്ട്. വ്യാപാര പങ്കാളിത്തം വരാനുള്ള സാധ്യതയുണ്ട്. അതിർത്തി പ്രശ്നങ്ങളിൽ നമുക്ക് ധാരാളം അതിർത്തി പ്രശ്നമുണ്ട്. ചൈനയുമായിട്ട് സമവായത്തിലൂടെ ചർച്ച ചെയ്യാൻ ശ്രമിക്കാമെന്ന് ഉച്ചകോടിയിലേക്ക് പറഞ്ഞു. ഉച്ചകോടിയിലേക്ക് ക്ഷണിച്ചതിനാണ് നമ്മുടെ നരേന്ദ്രമോദി നന്ദി പറഞ്ഞു. 2026 ഇന്ത്യയിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ ഷിയെയും ക്ഷണിച്ചു. അപ്പോൾ 2026 ഇന്ത്യയെ സംബന്ധിച്ച് വളരെ ബൃഹത്തായ ഒരു വർഷമാണ്. ബ്രസീലും റഷ്യയും ഇന്ത്യയും അതുപോലെ തന്നെ ചൈനയും പിന്നെ സൗദി അറേബ്യയും അങ്ങനെ തുടങ്ങി വിവിധ രാജ്യങ്ങൾ, ബ്രിക്സിൽ പെടുന്ന ലോകരാജ്യങ്ങളൊക്കെ ഇന്ത്യയിലേക്ക് വരികയാണ്. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് സമ്പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. അപ്പോൾ തീർച്ചയായിട്ടും ബ്രിക്സിൻ്റെ സമ്മേളനം 26 നടക്കുന്നു. ചൈനീസ് പ്രധാനമന്ത്രി അടക്കം ഇന്ത്യയിൽ വരാൻ പോകുന്നു. ചൈനയിലെ ടിയാൻജിനിൽ നടക്കുന്ന ഉച്ചകോടിക്കിടയിലാണ് കൂടിക്കാഴ്ച നടന്നത്. വിദേശകാര്യമന്ത്രി ജയശങ്കറും ദേശീയ ഉപദേഷ്ടാവ് അജിത് ഡോവലും വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയും കൂടെ പങ്കെടുത്തിരുന്നു. എല്ലാം നല്ല സെറ്റായ ടീമാണ്. രാവിലെ 9:30 കൂടിക്കാഴ്ച 40 മിനിറ്റാണ് നിശ്ചയിച്ചതെങ്കിലും 1 മണിക്കൂർ തുടർന്നു. അപ്പോൾ രണ്ടു രാഷ്ട്രത്തിലെ വളരെ പ്രധാനപ്പെട്ട രണ്ടുപേർ തമ്മിൽ 1 മണിക്കൂർ സംസാരിക്കുമെന്ന് പറയുമ്പോൾ ലോകത്തത് വലിയ ചർച്ചയാകും. അത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പ്രതിസന്ധി തന്നെ വരാൻ സാധ്യതയുണ്ട്. റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിൻ്റെ പേരിലാണ് അമേരിക്ക നമ്മളോട് ചുങ്കമൊക്കെ ചുമത്തി നമ്മളെ ഇത്രയും ബുദ്ധിമുട്ടിക്കുന്നത്. അതിലെല്ലാം ഒരു വ്യക്തത വരുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നമ്മൾ സൗഹൃദ വഴി തുറന്നിട്ടുണ്ട്. ബന്ധം ശരിയായ ദിശയിൽ തന്നെ കൊണ്ടുപോയാൽ നമുക്ക് അതിർത്തിയിലെ സമാധാനമുണ്ട് വരാൻ സാധ്യതയുണ്ട്. കൈലാസ മനോസരോവർ യാത്ര പുനരാരംഭിച്ചു കഴിഞ്ഞു. ഇരു രാജ്യങ്ങളും നേരിട്ടുള്ള വിമാന സർവീസ് ഉടനെ തുടങ്ങും. അത്ര നല്ല മനോഹരമായ വാർത്തകളാണ് വരുന്നത്. വിസ നടപടികൾ എളുപ്പമുള്ളതാക്കും. അപ്പോൾ ചൈനയിൽ പോകാനൊക്കെ എളുപ്പത്തിൽ പോകാൻ പറ്റും. ഭീകരവാദം നേടുന്നതുൾപ്പെടെയുള്ള ആഗോള വിഷയങ്ങളിൽ പൊതു നിലപാടെടുക്കും. എന്തായാലും അപ്പോൾ ഇന്ത്യയും ചൈനയും കൈകോർത്തിരിക്കുന്നു. ഷിയും ഹീയും കൂടി കൈകോർത്തപ്പോൾ പുതിയൊരു ലോകം ഉണ്ടാകുമെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ശത്രുക്കളല്ല, പങ്കാളികളാണ് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ആ പങ്കാളിത്തം ലോകത്തെ കീഴ്മേൽ മറിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. 800 കോടിയിൽ 280 കോടിയും രണ്ടു രാജ്യങ്ങളാണ്. ബാക്കി വരുന്ന 600 കോടിക്കകത്ത് അല്ല 520 കോടിയേ ഉള്ളൂ. 200ഓളം ബാക്കി വരുന്ന 198 രാജ്യങ്ങളും കൂടി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മളൊരു ശക്തി തന്നെയാണ്. ഒന്നിച്ചു നിന്നാൽ ലോകത്തെ നമുക്ക് കീഴ്മേൽ മറിക്കാൻ കഴിയും.